വയനാട്ടിൽ കോൺഗ്രസിന് ആശ്വാസം. വിമത സ്ഥാനാർത്ഥി ജഷീർ പള്ളിവയൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. പാർട്ടിയിൽ വിശ്വാസമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പ്രതികരിച്ചു. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുകയാണ്. എന്നെ വളർത്തിയ പാർട്ടിക്ക് ഒരു മുറിവ് പോലും, ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന വലിയൊരു ദൃഢപ്രതിജ്ഞയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ. കോൺഗ്രസ് കുടുംബമായി വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവ് ഏറ്റിട്ടുണ്ട്. ആ മുറിവ് എന്റെ പാർട്ടിക്ക് ഒരിക്കലും ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ്. നമ്മുടെ തോമാടിച്ചാൽ ഡിവിഷനകത്ത് മത്സരിക്കുന്ന ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരൻ വി എൻ ശശീന്ദ്രനെ വിജയിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ്. ദീപക് മോഹൻ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. ജില്ലാ പഞ്ചായത്തിലേക്കാണ് വിമതനായി ജഷീർ പള്ളിവയൽ പത്രിക നൽകിയത്. പ്രതിപക്ഷ നേതാവ് അടക്കം ഇടപെട്ടതിന് ശേഷമല്ലേ ഈ മനംമാറ്റം? എന്താണ് വെച്ചിരിക്കുന്ന ഉപാധി? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം ഇടപെടലിനെ തുടർന്നാണ് ജഷീർ പള്ളിവയൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുന്നത്. തുടർച്ചയായ ചർച്ചകളുണ്ടായിരുന്നു. DCCയിലും ഒപ്പം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ചർച്ച നടത്തിയതിനെ തുടർന്ന് ജഷീർ പള്ളിവയൽ അല്പം മുൻപ് പത്രിക പിൻവലിച്ചു. തനിക്ക് മുറിവേറ്റിട്ടുണ്ട്, പക്ഷേ തന്റെ രാഷ്ട്രീയം വിട്ടുകൊടുക്കലിന്റെ രാഷ്ട്രീയമാണ്. പാർട്ടിക്ക് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് മുറിവേൽക്കുന്നത് സഹിക്കില്ല, പാർട്ടിയുടെ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കും എന്നായിരുന്നു ജഷീർ പള്ളിവയൽ പ്രധാനമായും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വിമതശല്യം പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. മിക്കയിടങ്ങളിലും, അതായത് പനമരം ബ്ലോക്കിൽ പൂതാടി ഡിവിഷനിൽ മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറാണ്, കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. പക്ഷേ അവിടെ തന്നെ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജേക്കബ് അവിടെ ശക്തമായി മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ബിനു ജേക്കബ് വലിയ ഭീഷണി തന്നെ കോൺഗ്രസ് ഉയർത്തുന്നു. അതുപോലെ തന്നെ ദീപക് മോഹൻ, തിരുനെല്ലിയിൽ CPIM-ഉം CPI-യും തമ്മിൽ മത്സരമില്ലേ? സുജയ പർവതി, തിരുനെല്ലി എന്ന ബ്ലോക്ക് അല്ലെങ്കിൽ തിരുനെല്ലി പഞ്ചായത്ത് കാലാകാലങ്ങളായി CPM-ന്റെയും CPI-യുടെയും ഒക്കെ കോട്ടയാണ്. അവിടെ പ്രാദേശികമായി CPM-ഉം CPI-യും തമ്മിൽ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും അവസാനം അതൊക്കെ രമ്യമായി പരിഹരിക്കാറാണ് പതിവ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മിക്കയിടങ്ങളിലും തുടക്കം മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് ഉൾപ്പെടെ കല്ലുകടികൾ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിനായി രൂപീകരിച്ച കോർ കമ്മിറ്റി ഒരു ഭാഗത്തിനെ മാത്രം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഇടപെടലുകൾ നടത്തുന്നു എന്നൊരു ആരോപണം തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസ് ആണ്. വിമത സ്ഥാനാർത്ഥിത്വം, അതിനുശേഷം ഇപ്പോൾ ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചിരിക്കുന്നു. പാർട്ടിക്ക് താനായിട്ടൊരു കളങ്കം വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജഷീർ പിൻവാങ്ങിയിരിക്കുന്നത്. താങ്ക് യു ദീപക് മോഹൻ.